അസ്സലാമലൈക്കും. സുഖമാണ് എല്ലാവർക്കും. ഞാൻ ആ ഫസ്റ്റത്തെ വീഡിയോ ഇട്ട ശേഷം പിന്നെ വന്നിട്ടില്ല. കാരണം എന്താ പറയുക, ഞാൻ കുറച്ച് പരിപാടിയിലായിരുന്നു. വീഡിയോ ഇടണം കുറേ കരുതി നടന്നില്ല. ഇന്നാണ് ഇപ്പോൾ സാധിക്കണേ. ഇന്നിപ്പോൾ നാട്ടിലിപ്പോൾ എല്ലാവർക്കും മൂന്നാം നോമ്പായിരിക്കും. പെരുന്നാളെന്ന് അറിയണേ, മൂന്നാം നോമ്പായിരിക്കും. ഇവിടെ എന്തായാലും നാലാമത്തെ നോമ്പാണ്. ഉഷാറാണ് എല്ലാവരും. ഞാൻ ഇവിടെ ഉഷാറാണ്, സെറ്റാണ്. പിന്നെ ഞാൻ എന്തിനാ തരൂ, വീഡിയോക്കില്ലേ കണ്ടന്റ് വെച്ചിട്ട് കിട്ടണില്ല. ഒന്നാമത് ഒറ്റക്ക് എങ്ങനെ വീഡിയോ എടുക്കുക, ഒറ്റക്ക് ഞാൻ തന്നെ ഒക്കെ ടാസ്ക്കാണ്. പിന്നെ ഇതൊക്കെ വെച്ച് വീഡിയോ എടുക്കും വേണം, കൈ പിടിച്ചും വേണം, എല്ലാവരും ഞാൻ തന്നെ ചെയ്യണം. ഞാൻ പിന്നെ ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് വേണം വീഡിയോ എടുക്കാൻ. പിന്നെ ഇന്നെന്തായാലും എൻ്റെ വാപ്പ പണിയെടുക്കുന്ന സ്ഥലത്തേക്ക് വേണമെങ്കിൽ പോയോക്കാം. നമുക്ക് ടാസ്ക്കാണ്, പക്ഷെ എന്നാലും ഞാൻ നോക്കുന്നുണ്ട് പോയോക്കണോ വേണ്ടേന്നൊക്കെ. പക്ഷെ അല്ല എല്ലാതും കുഴപ്പമില്ലാതെ പോട്ടെ. പിന്നെ എന്തായാലും പറയാം, ഞാൻ കുറേ കാര്യങ്ങൾ പറയണത് ഇങ്ങനെ കരുതിയതാ, പക്ഷെ പറ്റുന്നില്ല ഇനിയും കൊണ്ട്. നോമ്പ് ഇന്നെന്തായാലും നാട്ടിലൊക്കെ നല്ല ദിവസമാണെന്ന് എനിക്കറിയാം. എല്ലാവരും സ്ഥലത്തൊക്കെ ചൊല്ലി ഉഷാറായിട്ടിരിക്കുക. നോമ്പല്ലേ, എല്ലാവരും നോമ്പെടുക്കുക, സെറ്റാവുക. കോസ്റ്റ്യൂമാരുണ്ടാക്കാം. ആ നാട്ടിലത്തെ കടയിൽ നിന്ന് നോക്കടാ ഞാൻ നിൽക്കുന്ന ഷോപ്പിലെ കെൻബി, അവിടുത്തെ കട ഡ്രസ്സാണ് ഇതൊക്കെ. കണ്ണട ആണെങ്കിലും ഷർട്ടാണെങ്കിലും പാൻറ്റൊക്കെ ഒക്കെ നമ്മളെ കടയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളാണ്. ഒക്കെ എന്താ പറയുക, ആ കടയിൽ നിന്ന് എടുത്താലേ ശരിയാവുള്ളൂ. നമ്മളെ ഒരു ഇതുണ്ട്, നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന ഡ്രസ്സ് അത് നമുക്കൊരു ഇടാൻ കംഫർട്ട് ഇടുന്ന കട ഏതാണോ ആ കടയിൽ നിന്ന് പിന്നെ എടുക്കുക. എപ്പോഴും നമ്മൾ മാറ്റി മാറ്റി പുതിയ കട വരുമ്പോൾ ആ കടയിൽ നിന്ന് പോയി ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്കൊരു ഇത് കിട്ടൂല, എന്ത് കൊസി ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു കിട്ടുന്ന കൊസി വേറെ കടയിൽ നിന്ന് കിട്ടൂല ചിലപ്പോൾ. ഞാൻ ഇപ്പോൾ എപ്പോഴും ഞാൻ എടുക്കണ കെഡ്ബി തന്നെ എടുത്ത് എനിക്കിപ്പോൾ വേറെ കടയിൽ പോയാൽ എനിക്ക് നടക്കൂല. എനിക്ക് വേറെ കടയിൽ പോയിട്ട് അധികം സാധനം വാങ്ങിക്കാൻ ഇടാനൊരു സുഖം ഉണ്ടാവില്ല. കാരണം അവിടുന്ന് കിട്ടുന്ന ആ ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഫസ്റ്റ് കവർ വന്ന് പൊട്ടിച്ചിട്ട് ആ സാധനങ്ങൾ മേത്തിട്ടുമ്പോൾ നമ്മൾ ആരല്ലേ സാധനം കിട്ടണം. പിന്നെയും ഞാൻ മറ്റേ ചെറുക്കണ്ടല്ലോ, ഇൻസ്റ്റയിൽ ചെറുക്കണ്ടല്ലോ, ഇതേപോലെ കാണാനൊക്കെ ഇട്ടിട്ട് മറ്റേ ഇങ്ങനെ ഇരുന്നിട്ട് ഉമ്മാടെ ചോറ് ആ കാര്യങ്ങളൊക്കെ പറയണേ. എന്തോ അവൻ്റെ പേര് ഓർമ്മല്ല. പിന്നെ ഞാൻ എന്താ പറയാൻ വന്നേ, ഇന്നെന്തായാലും ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നടന്ന് കാണിച്ചിട്ടാ. കഴിഞ്ഞ ഫസ്റ്റത്തെ വ്ളോഗ് ഇട്ടപ്പോൾ എല്ലാവരും എന്താ പറയാലോ, എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞു എന്താ ഇരുന്നിട്ട് വെറുതെ സംസാരിക്കല്ലേ, വേറെ ഇതില്ലല്ലോ, അപ്പം എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാറുന്നു. ഞാനിവിടെ ഒറ്റക്ക്, എൻ്റെ ഇപ്പം നാട്ടിലത്തെ ഫ്രണ്ട്സ് ആരുമില്ല. ഇവിടെയും 2-3 ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ കാര്യം അറിയുന്ന ആൾക്കാരെ എൻ്റെ കാര്യം എന്താക്കാരെന്ന്. പിന്നെ ഈ ഒറ്റക്കായ ഞാൻ എങ്ങനെ ഇതാക്കാനാ? കുറച്ച് നേരം കാണാൻ പെടാം കേട്ടോ, ശിവരാണ് കാണാൻ ഇട്ടിട്ട്. അപ്പോൾ അതാ പറയണേ, ഇവിടെ 2 ആൾക്കാരുണ്ടെങ്കിൽ ഇച്ചത് ഓക്കെയാണ്, ഏതാണ് എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ എങ്ങനെ ഇടും നിങ്ങൾ പറയും. ഇതേ ഒറ്റക്ക്. പിന്നെ അതേപോലെ പിന്നെ എന്താപ്പോ പറയാൻ വന്ന മറന്നല്ലോ. അതേപോലെ ഞാൻ ഒറ്റക്ക്. അതേപോലെ ഇവിടെ കണ്ടന്റ് പറഞ്ഞിട്ട് ഒറ്റക്ക് ഈ കറങ്ങാൻ പോണം. ഞാൻ ഒറ്റക്ക് കറങ്ങാൻ പോണം. അതേപോലെ ഒറ്റക്ക് ഇതാക്കണം. ഇനിയിപ്പോൾ ഈ കാണിച്ചു തരാൻ ഈ പേര് തന്നെ ഉള്ളൂ. ഇനി പുറത്തിറങ്ങാൻ ഇവിടെ ഈ ഭാഗത്തും ക്യാമറ ഓവർ യൂസ് ചെയ്യാൻ പക്ഷെ ഓവർ യൂസ് ചെയ്യാൻ പാടില്ല. ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കാം. എന്താപ്പോൾ അത് ചങ്കൂറ്റ് കൊടുക്കാൻ നടക്കൂ. പക്ഷെ ആ ഉള്ളിൻ്റെ ഇവിടുന്ന് കിട്ടുന്ന മടി കാരണം എന്നോട് സാധിക്കണില്ല. എന്നാലും ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ തരും. സുമ്മാ ഞാൻ കാണിച്ചിടാം. ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷം ഞാൻ കാണിച്ചിട്ടോ. എന്താണ് ഏതാ കാലങ്ങളൊക്കെ ഈ ഞാൻ നിൽക്കണേ. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ അറിയാം, സെറ്റപ്പ് വലുതാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലവും സെറ്റപ്പും വലുതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നമുക്കറിയോ സുനി പണ്ടേ എങ്ങനെയാ അപ്രത്യക്ഷമായി അവൻ്റെ ഒരു എൻട്രി. ഇപ്പം എന്തായാലും എല്ലാവരും പാടുന്നത്. ഇപ്പം പുതിയ അനാൻഷിങ് ടീംസ് ഒന്നും പുതിയ പാട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോഴും പഴയ പാട്ട് തന്നെ കൊണ്ടു. അതാണ് ഇപ്പം എല്ലാവരും. വേറെ പാട്ട് പുതിയത് ഇറക്കിയാലേ നമുക്ക് പാടാൻ പറ്റുള്ളൂ. പഴയ പാട്ട് തന്നെ പാടണ്ടേ പിന്നെയും ഇവിടെ വന്നിട്ട് കുറേ മാറ്റങ്ങൾ വരുന്ന കരുതിയാനെ. വെളുക്കാൻ കരുതി, തടിച്ചാൻ കരുതി, പക്ഷെ ഇനിയും കൂടെ സാധിക്കില്ല. എൻ്റെ ശരീരത്തിൽ ഞാൻ നീണ്ട് പോവാന്നല്ലാതെ ഞാനൊന്നും മെച്ചപ്പെടുന്ന സമയം ഞാൻ കരുതുന്നില്ല. ഞാൻ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ സ്ഥലങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾ അത് കണ്ടു നോക്കി. ഫസ്റ്റ് തന്നെ കാണിച്ചു തരുന്നത് എന്താ പറയുക, പിന്നാമ്പുറത്താണ്.
കാരണം ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ പിന്നാമ്പുറാട്ടോ. കാരണം ഞാൻ മുന്നിൽ നിന്ന് എടുക്കാൻ എഴുതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശം നടന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നിട്ട് ഞാൻ ഇപ്പോൾ വീടെടുത്ത് അതുകൊണ്ട് മാത്രം കേട്ടോ ഈ ഭാഗം കാണിച്ചു തരുന്നേ. ഇവിടുത്തെ കണ്ടു നോക്കി. പക്ഷേ പ്രൈവറ്റ് പൂളുണ്ട് മുത്തേ. നമുക്ക് പ്രൈവറ്റ് പൂളിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ മുന്നിൽ തന്നെ എന്താണ് ബീച്ച്. ബീച്ചുണ്ട് നമുക്ക്. ബീച്ച് അറബിക്കടൽ മുട്ട. അറബിക്കടൽ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ലെവലിൽ നമ്മൾ നിൽക്കുള്ളൂ. അല്ലാതെ ലോക്കൽ സെറ്റപ്പ് നമുക്ക് മൈ ഡാഡി ഫൈസൽ അത് പറഞ്ഞില്ല. ഡാഡി ഫുൾ ഓൺലി റിച്ച് ബാൻഡ്. അതുകൊണ്ട് നീ വീട് കാണിച്ചു തരാം. എന്നാൽ നമ്മൾ നിൽക്കണ വീട് ഇതാണ് വേറെ നോക്കാൻ ഏൽപ്പിച്ച വേറെ വീട്. ഇതും നമ്മൾ നോക്കുന്ന വീട് തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ സുന്ദരമായും സെറ്റപ്പായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് ഏരിയയാണ് ഇത് മൊത്തം. കാണാ ഇത് മൊത്തം ഇതിൻ്റെ ബാക്കാണ്. ഫുൾ സെറ്റപ്പാട്ടോ വരാം. ഇതിൻ്റെ ഉള്ളത്തെ വിശേഷങ്ങൾ ഞാൻ നാളെ കാണിച്ചു തരണ്ട്. വെയിലെവിടെയെന്ന് വെച്ചാൽ അറിയില്ല. പിന്നെ നോക്കിക്കൊണ്ട് എടുക്കണേ. നാളെ ഇതിൻ്റെ ഉള്ളത്തെ വിശേഷം കാണിച്ചു തരാം. മൊത്തം ഇവിടെയൊക്കെ കിട്ടില്ല സ്ഥലമാണ്. ഒറ്റക്കൊക്കെ വന്നുകൊണ്ടാച്ച് മട്ടി പോകും. വേറെ ഒരാളുപാടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് സെറ്റാ. ഈ ഭാഗത്ത് കറങ്ങാനും നീന്താനും അതൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ സെറ്റപ്പ് ഞാൻ ചെയ്തു തന്നെ. 3 സ്ഥലമാണ്. ഞാൻ ഈ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട് വ്യൂവും കുഴപ്പമില്ല. ബാക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബാക്കാണ്. കാരണം ഇവല് ഈ ഫ്രണ്ടിൽ വലിയ മതിലും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ട് ഒരു കാരണം പിന്നെ ഒന്നാമത് പ്രത്യേകത അറിയോ, ഇവലെ പേര ഇത് നോക്കണ്ട. എന്ത് നോക്കണ്ട? പുറത്തെ വ്യൂ നോക്കണ്ട. പക്ഷെ ഓലെ പേരൻ്റെ ഉള്ളിൽ അകത്തെ വ്യൂ മൊത്തം അത് സീൻ സാധനമാണ്. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ആ സാധനം വരും. പിന്നെയും ആ സാധനം വരും കേട്ടോ. അതൊന്നും വിഷയമൊക്കെയല്ലേ. വേറെ തെറ്റുണ്ടെങ്കിൽ അടുത്തതും പറയണ്ട കേട്ടോ. ഇതൊക്കെ എൻ്റെ ഇപ്പം നടന്നു ചെടി കേട്ടോ. ഇതാണ് നമ്മളെ നോക്കാൽപ്പിച്ച വീട്. പറയുന്നത് നമുക്കൊരു മടിയില്ല. കുറച്ച് റബ്ബോ 1x ഇടട്ടെ. ഹലോ ഓ മുത്തേ ചെടീൻ്റെ സീൻ നോക്കാം. ഞാൻ എൻ്റെ ക്യാപ് കട്ട് പോയി മുത്തേ. അതുകൊണ്ട് ഞാൻ ഈ സാധനം കാണിച്ചു തരുന്നത്. അത് നോക്കാം. ആ ചെടി ഞാൻ ഇങ്ങനെ ഇവിടെ ക്യാപ് കട്ട് വർക്ക് ചെയ്യും. ബട്ട് ക്യാപ് കട്ടിൽ എന്തോ VPN എന്തോ ശരിയാവുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെ ബാഡായിട്ട് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു ലെവലിൽ ഇതിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഇടങ്ങാറില്ലേ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ചെക്കന്മാരാണേലും ഒക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയും നടക്കണില്ല. എൻ്റെ വീഡിയോ തന്നെ ഞാൻ വെറുതെ ക്യാപ് കട്ടിൽ ഇട്ടിട്ട് സേവ് ചെയ്യുക, അല്ലാതെ വേറെ ഒന്നും അതിൽ ചെയ്യാൻ പറ്റണില്ല. ഞാനിവിടെ എന്താ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഞാൻ. സുന്ദരനല്ലേ? ഇത് നമ്മളെന്താ കോസ്റ്റ്യൂം ഇട്ടാ. ഇന്ന് ഞാൻ നല്ലൊരു കോസ്റ്റ്യൂമിൽ ഇറങ്ങാൻ എഴുതിയിട്ട് ഇറങ്ങിയാണ്. അടിമുതൽ കണ്ണാ ഇതൊക്കെ തന്നെ. ഞാൻ ഇതിൻ്റെ പുറം ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കണ വീട് പുറത്തെ കുറിച്ച് നോക്കാം. അത് ഞാനും നോക്കട്ടെ. പുറത്തെ വ്യൂ എന്താ അവസ്ഥ നോക്കട്ടെ. ഒക്കെ ആൾക്കാരുടെ ഒരു മടിയാണ്. ഞാൻ കാണിച്ചിടാം. നമ്മൾ നിൽക്കണ ഏരിയ കേട്ടത്. ഇവിടേക്ക് എന്താ പറയുക, ദുറാന്ന് പറയാം. ജിദ്ദയിൽ ദുറാന്ന് പറയും. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ നിറച്ച ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കറങ്ങാൻ വരുന്നവർ മാത്രം ഇവിടെ കൂടുതലുണ്ടാവുള്ളൂ. ഞാൻ പിന്നെ ഈ വീട് വിട്ട് ഇപ്പം പുറത്തേക്ക് പോകാത്ത വെച്ചാൽ ഈ ഗേറ്റ് അടച്ച് കഴിഞ്ഞാൽ പിന്നെ തുറക്കണതിൻ്റെ വാപ്പ വരണം. അപ്പോൾ അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഗേറ്റ് അടച്ചാൽ പിന്നെ തുറക്കാൻ പറ്റില്ല, വാപ്പ വരണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഞാൻ എന്തായാലും ഇപ്പോൾ പുറത്തിറങ്ങുന്നില്ല. ഞാൻ കുറച്ചുകൂടി സംസാരിക്കട്ടെ. എൻ്റെ പറഞ്ഞാൽ സംസാരിക്കാൻ എൻ്റെ ഇപ്പോൾ കൂട്ടുന്ന ആൾ വേണം. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കരുതിയിട്ടാണ് ഞാൻ ഈ ഇതിലേക്ക് ഇറങ്ങാൻ കരുതിയത്. എന്നാലും ഞാൻ കുറച്ച് മുന്നിൽ കടന്നു വെച്ചാൽ വിഷയമില്ല. പിന്നെ നമുക്ക് ഇപ്പോൾ റമദാനായ കൊണ്ട് ഞാൻ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ പള്ളി പോക്കോ ഒന്നും ഉണ്ടാവില്ല, നോമ്പെടുക്കലോ ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഫുള്ള് കട്ടാക്കാരം. എന്നാൽ നമ്മളെ പള്ളിയിട്ടോ, നമ്മൾ ഇപ്പോൾ ആ വലുതാണ് പള്ളി. അതിൻ്റെ വീടിൻ്റെ മുന്നിൻ്റെ ഫ്രണ്ട് കാണിച്ചിട്ടില്ല. ഇതാട്ടാ, ഇത് മുച്ചിയാണേ, മുച്ചി. ഇതാണ് വീട്. നല്ല ഇതപ്പാന്മാരുണ്ട്. പിന്നെ ഇവിടെ എന്താ ചെടിയില്ല അറിയോ? ചെടികൾ ചെമ്പരത്തി, നല്ല ചെമ്പരത്തി ഉണ്ട്.
ഇതൊക്കെ എൻ്റെ വാപ്പ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് കച്ചറവായ കൊടുത്തത്. ഇതാണ് നമ്മുടെ മൂച്ചൊക്കെ ചത്തുപോയി. നല്ല മിരിങ്ങ ഉണ്ട്, മിരിങ്ങ. ഇതാണ് മിരിങ്ങ. കാരണം ഇവിടെ തക്കാളിയും ചീരി ഇതൊക്കെ ഉണ്ടായത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ എടുത്തിട്ട് ഇതിപ്പോൾ വലിച്ചു തരണോ സാധനമൊക്കെ. അതൊന്നും നോക്കില്ല, അങ്ങനെ എടുത്ത് വലിച്ചു തരണം. വേറെ ഇതാക്കാനോ ഒന്നിനും നിന്നില്ല. ഞാൻ ഉള്ളിൽ കയറി നല്ല വെയിലാണ്. വെയിലായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതാക്കാത്തത്. പിന്നെന്താ ആ കാർത്തൂരിൽ ഞാൻ നോക്കി ഇച്ചിരി ബാഡായത്. കാർത്തൂർ അങ്ങനെയൊക്കെ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ഇഷ്ക് വരും. ഞാനിത് നമുക്ക് ആംഗിൾ മാറ്റി പിടിക്കാം. ഇവിടെ നിൽക്കാം, നോക്കിക്കോട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. വെയിലും പിന്നെ വെളിച്ചം ശരിയാവണില്ല. ക്യാമറ പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ തീരാറു 11 പ്രോയിലാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി വീഡിയോയുടെ ക്വാളിറ്റി കൂടുമ്പോൾ ഞാൻ പക്കയാവും. സൺ കിസ്സഡല്ല, സണ്ണ് ഇങ്ങനെ എന്തോ വെറുപ്പിക്കുക. അതാ ഇവിടുന്നൊക്കെ വരണേനെ. ഞാൻ ഒറ്റക്കായും കൊണ്ടാ ഈ മട്ടിപ്പുണ്ടക്ക് കണ്ടാ. നമ്മളെ വീടിൻ്റെ ബാക്കിൽ തന്നെ സീൻ ബീച്ചാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ, ആ ബീച്ചാണ് വീടിൻ്റെ ബാക്കിൽ തന്നെ. പിന്നെ ഒറ്റക്കായതുകൊണ്ട് ഇതാ ക്ഷമ എന്നൊരു വാക്ക് എന്താണെന്നില്ല അതിൻ്റെ അർത്ഥം ഞാൻ പഠിച്ചു. ക്ഷമ പഠിച്ച ഞാനാണ്. ഞാൻ എൻ്റെ നാട്ടിൽ ഇന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ എങ്ങനെ പുറത്തെ അങ്ങനെ ഇങ്ങനെ നൊഞ്ഞിക്കൊണ്ടില്ല ഒരാളാണ് ഞാൻ. ആ ഒരാൾ ഒരു കൂട്ടുപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ. ഒറ്റക്ക് വാപ്പിയും പാപ്പടപ്പും മാടപ്പാണ്. പക്ഷെ ഓലപ്പം ഞാൻ കുറേ എൻജോയ് ചെയ്യുന്നുണ്ട്. ബട്ട് ഓലപ്പം ഞാൻ ജീവിതകാലം മുഴുവൻ എൻജോയ് ചെയ്യും. ബട്ട് ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സ് വേണ്ടേ. ഇത് ഫ്രണ്ട്സ് ഇല്ലാത്തതും കൊണ്ട് ഫ്രണ്ട്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ വിട്ടുപോകും. ഇപ്പോൾ ഫ്രണ്ട്സ് വേണമെന്നോ അങ്ങനെ ഒരു ഇത് കിട്ടണില്ല. എന്നാലും ഓക്കെയാണ് ഞാൻ ഒറ്റക്ക്. ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാര്യം മനസ്സിലാക്കി എന്താ വെച്ചാൽ ഒറ്റക്ക് എവിടെ പോയാലും ഒറ്റക്ക് ഞാൻ നിൽക്കും. ഒറ്റപ്പെട്ടാലും എവിടെ ഒറ്റപ്പെട്ടാലും ഞാൻ അവിടെ ഒറ്റക്ക് നിൽക്കും. എനിക്ക് കുഴപ്പമില്ല. ആ ഒരു ലെവൽ ഞാൻ മനസ്സിലാക്കിപ്പോൾ. എനിക്കൊരു വിഷയമല്ല, ഒറ്റക്ക് നിന്നാലും വിഷയമല്ല എന്നൊരു ലെവലിൽ ഇപ്പം മനസ്സിലാക്കി. അങ്ങനെ ഇപ്പം ഞാൻ നിൽക്കണേ. പിന്നെ ഈ ക്യാമറയുടെ സ്റ്റാൻഡ് ഓവർ വലുപ്പമല്ല, ഒരു പകുതി വലുപ്പമുള്ളൂ. അതാണ് ഞാൻ പിന്നെ ഒന്നാമത് സ്റ്റാൻഡിന് ഒരു പരിധി ഇല്ലേ, ആ പരിധി വിട്ട നീളം ഞാനുണ്ട്. പിന്നെ എന്തായാലും വൈഡ് ആംഗിൾ പിടിച്ചിട്ട് എടുക്കണം. ഫ്രണ്ട് ക്യാമറ ആകുമ്പോൾ ഇഞ്ഞിയും പടച്ച് കാണാമല്ലോ. അപ്പം ചോക്കെയാണ്. ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ ചെയ്താലും ഒക്കെ കാണാം. പക്ഷെ ഞാൻ മറ്റേലാകുമ്പോൾ ബാക്ക് ക്യാമറ ആകുമ്പോൾ വെച്ചാൽ കാണാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ബാക്ക് ക്യാമറ എടുക്കാത്തത്. പിന്നെ ഈ സംസാരിക്കാനല്ല പറഞ്ഞ കാര്യത്തിലാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് എല്ലാവരും. ഇനിയും ഡെയിലി വീഡിയോ ഇടണ പോലെ എല്ലാവരും വീഡിയോ ഇടുക. ഞാനും ഇനി മുതൽ വീഡിയോ എപ്പോഴും ഇടും. വീഡിയോ ഇടണമെങ്കിൽ കണ്ടന്റ് വേണം. ആ കണ്ടന്റ് നമുക്കില്ല. എന്നാലും ഞാൻ സംസാരിച്ചിരുന്നുണ്ട്. ഇതെല്ലാവരും ഷെയർ ചെയ്ത് മുന്നോട്ട് എത്തിച്ചു തരണം. പാവപ്പെട്ട ഒരാളാണ്. ഈ കാണുന്ന കോസ്റ്റ്യൂമും തന്നെ ഉള്ളൂ, അല്ലാതെ സെറ്റപ്പിൽ നമ്മൾ ഇതൊന്നുമല്ല. പക്ഷെ എന്നാലും ഞാൻ ഓക്കെയാണ്. പാവപ്പെട്ട വെച്ചാൽ നമുക്ക് യൂട്യൂബിനെ പറ്റി ഓവർ അധികം അറിയില്ല. ഞാനിങ്ങനെ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോഴല്ലേ കുറേ ആൾക്കാർ ഇത് പറയുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സുകൾ അങ്ങനെയൊക്കൊന്നും പരിചയപ്പെടുത്തി തരണ. പക്ഷെ അല്ല എന്തായാലും ഇതിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എൻ്റെ ഒപ്പം ഇല്ല. എൻ്റെ നാട്ടിലൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളെ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്താന്നൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഓലൊക്കെ ഞാൻ വീഡിയോ ഇടാണ്ട് കുറേ ആൾക്കാർ സപ്പോർട്ടാണ്. പക്ഷെ ആ സപ്പോർട്ട് എന്നെ ഊക്കുക എന്നൊരു ലെവലിലാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. മുത്തജ്ജി മെച്ചപ്പെടും, ഉജ്ജ് സീരാവും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ തലാട്ടി കൊടുക്കും. അതിൻ്റെ പിന്നാലെ പൊലിവിച്ചാനോ കാര്യങ്ങളൊന്നും പാടില്ല. കാരണം എന്താ പറയുക, പൊലിവിച്ചാനൊന്നും ഇല്ല. കാരണം ഓല അവിടെ നിന്ന് എൻ്റെ ഇവിടെ നിന്നിട്ട് ഊക്കും. എന്നിട്ട് ഇപ്പുറത്ത് പോയി ചിരിച്ച ആൾക്കാരുണ്ട് കുറേ ആൾക്കാരെ. എല്ലാവരും അങ്ങനെ തന്നെ. അല്ല സപ്പോർട്ടിനായിട്ട് ആരും നിൽക്കണമൊന്നുമില്ല. മുത്തേക്കിടെല്ലാം വ്യൂ ഉണ്ട്. സീനാച്ചില്ല ചെക്ക ചീറിപ്പോയി. കുറച്ച് നേരത്തെ വരണം. ചെക്ക എപ്പോഴാണ് പോയെ. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഉപ്പാടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്തേക്ക് ചെല്ലാൻ പറഞ്ഞില്ലേ, പോയി കാണിച്ചു തരേണ്ടി പറഞ്ഞില്ലേ.
അതൊക്കെ സാധിക്കും. കാരണം ഞാൻ ഇപ്പോൾ വാപ്പാടത്തേക്ക് പോയി കൊണ്ട് നിൽക്കുകയാണ്. എന്താ വീടടച്ച് ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ അവിടേക്ക് പോവുക. കാരണം വാപ്പ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ട. അപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ നാട്ടിൽ നമ്മളൊരു സെറ്റപ്പ് ആണല്ലോ. നാട്ടിൽ നമ്മൾ ജ്യൂസും കാര്യമൊക്കെ ഉണ്ടാക്കും. സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ആയതുകൊണ്ട് നിസ്കാരം കാര്യമൊക്കെ പെട്ടെന്ന് നടക്കും കേട്ടോ. അങ്ങനെ പള്ളി മുന്നിലായത് കൊണ്ട് ഞാനേ ബാക്ക് ക്യാമറ എടുക്കട്ടോ. ഞാൻ ബാക്കി കാര്യം പറഞ്ഞ അപ്പോൾ ബാക്ക് ക്യാമറ എടുത്തു. ഞാൻ പറയാൻ വന്നത് എന്താ അറിയോ, ഇത് ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ നോക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഈ കൈ കൊണ്ട് പിടിച്ചത്, കാരണം ഇവിടെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിസ്കാരം കാര്യം നടക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വാപ്പാടത്തേക്ക് ജ്യൂസ് അടിച്ചാൽ പോവാം. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി 35 എത്ര ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ട വാപ്പ. അപ്പോൾ അവിടേക്ക് പോയി കൊണ്ട് നിൽക്കുകയാണ്. എന്നാലും ഈ പള്ളി കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നമ്മൾ പള്ളി കഴിഞ്ഞിട്ടില്ല, പള്ളീൻ്റെ അടുത്ത് കൂടെ പോണേ. എന്നാലും പള്ളീൻ്റെ അപ്പുറത്ത് കഴിഞ്ഞു. പള്ളിയിൽ ആൾക്കാർ നിസ്കരിച്ച് ഓരോ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടാകും. അതുകൊണ്ട് നമ്മൾ പേര് നിസ്കരിച്ചു, അതുകൊണ്ടാണ് പള്ളിൻ്റെ കൂടെ ആൾക്കാർ നിസ്കരിച്ച് പോകുമ്പോൾ ഇതല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വർക്കിനടുത്തൊക്കെ പോകണേ. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, നോമ്പല്ലേ, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കണ്ടെന്ന് എന്നാൽ അതിൽ ഫുഡ് ഉണ്ടാക്കാൻ എല്ലാം കാണിച്ചു തരാൻ പറ്റുമോ അറിയില്ല. ഞാൻ എന്താ ചെറിയൊരു പോർഷൻ ജസ്റ്റ് അടുക്കളയൊന്നും കാണില്ല. കാരണം കുറേ ആൾക്കാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിൽക്കുന്ന സ്ഥലമായും കൊണ്ട് ഒന്നും കാണിച്ചാവില്ല. ഞാൻ ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്ത്തിലെ കാര്യം വരിക, ഞാൻ സംസാരിക്കാൻ തന്നെ കൂടുതലുണ്ട്. ഞാൻ ഒന്നാമത് ഇന്ന ഒറ്റയ്ക്ക് ഇങ്ങനെ കാണുന്നത് കൊണ്ട് കാര്യങ്ങൾ ബന്ധില്ലാത്ത. പിന്നെ ഈ നാട് മൊത്തം കാണിച്ചതെന്ന് വെച്ചാൽ കാണിച്ചാൽ ഇൻഷാല്ലാ നോമ്പല്ലേ. അതുകൊണ്ട് ഞാൻ ഇന്ന് പുറത്ത് പോകാറ് ഇറങ്ങാൻ ടാസ്ക്കാ. ഇവിടെ ഒന്നും അധികം കാണാണ്ട് ബട്ട് ഒറ്റയ്ക്ക് ഇറങ്ങൽ ടാസ്ക്കാ. ഞാനിങ്ങനെ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുക ഇങ്ങനെ പിടിച്ചിറക്കുമ്പോൾ ഉബൈദിൻ്റെ വീഡിയോ ഓർമ്മയായിരുന്നു. ദുബായിത്തെ ഉബൈദിനെ ഓർമ്മയായിരുന്നുണ്ട് അങ്ങനെ പിടിച്ചിറക്കണേ. എന്തായാലും അവിടെ തന്നെ ഈ ഒരു ഏരിയ വെയിലാണ്, നല്ല വെയിലാണ്. ഞാൻ പുറത്തിറങ്ങാത്ത കാര്യം അതാണ്, വെയിൽ കൊണ്ടാണ് ഈ പുറത്തിറങ്ങാത്തത്. കാണാ ഇതാണ് വാപ്പയുടെ ഇവിടെയാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ടാണ് ഒരു വെച്ചാൽ ഇവിടെയാണ് വാപ്പ വർക്കിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ഇവിടെ ആൾക്കാരുണ്ടാവും, അതാണ് പിന്നെ ക്യാമറ. ഞാൻ അതിൻ്റെ ഉള്ളിൽ അടുക്കളയ്ക്ക് എത്തിരി ബാക്കി കാണിച്ചു കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറണം, ബാക്കി കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഭാഗം നോക്കട്ടെ കേട്ടോ, കാണിച്ചു തരാം. അതിലും നോക്കട്ടെ. ഇതാണ് വാപ്പ മമ്മി. പഴമാണ് ജ്യൂസ് എടുക്കണേ. ജ്യൂസ് എടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ. അപ്പം ഇന്ന് ജ്യൂസ് നമ്മൾ ഉണ്ടാക്കും. മമ്മി എന്താ ഉണ്ടാക്കുന്നേ? ഉരുളക്കൊക്കെ ആയിരിക്കുന്നു. ഡാഡി ഒരു ഹായ് കൊടുക്കും. ഡാഡി ഇന്നത്തെ സ്പെഷ്യൽ ഇവിടുത്തെ ഞാൻ ഈത്തപ്പഴവും പഴം ഉണ്ടാക്കുന്ന ജ്യൂസാണ്. ജ്യൂസ് മേക്കിംഗ് മിക്സിലടിക്കാം കേട്ടോ മൊത്തം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ എല്ലാവരും എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവില്ല. സാഹചര്യം മൂലം എല്ലാവരും പോവും. ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ എൻ്റെ ഒരു അവസ്ഥ. അതാ ഇന്നിപ്പോ എത്രാം തീയതി ഒന്നും ഡേറ്റ് ഞാൻ നോക്കട്ടെ. ഡേറ്റ് പറഞ്ഞു കേട്ടോ. ഡേറ്റ് എത്ര വരും? ഇന്ന് ഫെബ്രുവരി 21. എന്ത് ഡേ ആണ്? ബ്രേക്കപ്പ് ഡേ ആണ്. ബ്രേക്കപ്പ് ഡേ. എൻ്റെയൊക്കെ ജീവിതം നശിച്ചൊന്നും അറിയില്ല കേട്ടോ. നശിച്ചൊന്നും അറിയില്ല, കുട്ടിച്ചോറായെന്ന് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ആയിട്ടൊന്നുമില്ല. ബട്ട് എൻ്റെ ലൈഫ് ഞാനിങ്ങനെ ഒന്ന് ആവാം കാരണം കുറേ ബാക്ക് സ്റ്റോറി ഉണ്ട്. ഒക്കെ ഇതിൽ ഓവർ ഫുള്ള് ഇതിൽ പറയാൻ പറ്റൂല. ബാക്ക് സ്റ്റോറി അറിയണ നാട്ടിലത്തെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ എപ്പോഴും ഈ നാട്ടിത്തോൽ എന്ന് പറയുന്നതല്ലോ, നാട്ടിത്തോലാണ് എൻ്റെ എല്ലാം. ഫ്രണ്ട്സും എല്ലാവരും എൻ്റെ എല്ലാം. ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടപ്പോഴാണ് എൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലായിക്കണേ. ഇനിയിപ്പോൾ നിങ്ങളായിരുന്നു കുഞ്ഞുക്കൂനായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളധികം അവിടെ അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ബാക്ക് ഇറങ്ങി നിന്നാൽ എൻ്റെ ഒരു കൊസ്തി കിട്ടണില്ല. അവിടെ ഞാൻ ഇങ്ങനത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുക ഒന്ന് പറഞ്ഞേരി. അപ്പോൾ എന്നാലും സംസാരിക്കൂടെ എനിക്ക് വിഷയമൊന്നുമില്ല. അപ്പോൾ അതാ പറഞ്ഞു തരുന്നേ. ഇന്ന് ഫുള്ള് കണ്ണടയൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ചുമ്മാ കണ്ണറിട്ടാട്ടോ, വേറെ ഒന്നും കരുതുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അതാണ്. ഞാൻ മുട്ടുമ്പോൾ കജുത്തിട്ടോ പറഞ്ഞേ, കൈയൊക്കെ ഇവിടെ കരുത്താൻ വെച്ച്. എന്തായാലും അതാ പറഞ്ഞേ. അപ്പോൾ ബാക്ക് സ്റ്റോറി എല്ലാവർക്കും ഇതിൽ ഇന്ന് ബ്രേക്കപ്പ് ഡേ ആയതുകൊണ്ട് പറയാട്ടോ. ബാക്ക് സ്റ്റോറി ഇല്ലാത്ത ആരും ഉണ്ടല്ലോ. ബ്രേക്കപ്പും ബാക്ക് സ്റ്റോറി ഇല്ലാത്ത കണ്ട ആൾക്കാരുണ്ടാവും.
ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബ്രേക്കപ്പ് കിട്ടിയാലേ കൂടുതൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു പ്രണയം ആത്മാർത്ഥമായി ഒരാൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ വേദന എന്താന്ന് തിരിച്ചറിയാൻ വയ്ക്കണം. അയാൾക്ക് അറിയും വേദന എന്താന്ന്. പിന്നെ എന്ത് 3-ാം നോമ്പിന് ഫാത്തിമ ബീവിയുടെ ഇത് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ എന്താ പറയാൻ വന്നല്ലോ, പ്രണയിക്കണം, എല്ലാവരും പ്രണയിക്കണം. അത് മരിക്കോളം പ്രണയിക്കണം. ഇപ്പൊ ഞാനൊക്കെ ഇതിൽ പറയാൻ പറ്റൂല. ഇച്ചൊക്കെ ഇതിൽ പറയണമെന്നുണ്ട്. എൻ്റെ ബാക്ക് സ്റ്റോറിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയണമെന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറയണമെന്നുണ്ട്. വെച്ചാൽ തുറന്നു പറയണമെന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എല്ലാം തുറന്നു പറയും എല്ലാ കാര്യങ്ങളും. എനിക്ക് എന്ത് ഉണ്ടെങ്കിലും ഞാൻ ഒരാളത്ത് പറയാതിരിക്കൂല. എനിക്ക് ഇങ്ങനെ എടുത്തു വെക്കുക പറഞ്ഞാൽ, മനസ്സിനുള്ളിൽ എടുത്തു വെക്കുക പറഞ്ഞാൽ എനിക്ക് നടക്കാത്ത കാര്യങ്ങളാണ്. എന്തിനാ പറയും. ഞാൻ ഇപ്പോൾ 2-3 ദിവസം മുന്നേ ഈ എക്സിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ. കാരണം നമുക്ക് മെസ്സേജ് അയക്കാൻ തോന്നിക്കാൻ നമ്മൾ മെസ്സേജ് അയക്കുക. അല്ലാതെ മെസ്സേജ് അയച്ച പോലെ എന്താ കരുതുക, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അയക്കാൻ തോന്നിക്കാൻ അയച്ചോ, വിഷയമൊന്നുമില്ല. ഇനിയിപ്പോൾ ഓരോ ചിന്തിക്കുക, അതൊന്നും കരുതണ്ട. എല്ലാരും പറയില്ലേ, ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ബ്രേക്കപ്പിന് ശേഷം ഇങ്ങനെ ഓളൊക്കെ നശിച്ചു പോണം, നശിച്ചു പോണെന്ന്. ബട്ട് ഞാൻ ഇന്നേവരെ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കരുതുക, പക്ഷെ പറയില്ല. അപ്പോൾ ആരും അങ്ങനെ പറയരുത്. ഏറ്റവും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലല്ലേ, ഒരാൾ നശിച്ചു പോവുക. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല റിലേഷനും കാര്യക്കാരം, എന്നിട്ട് പിന്നെ നിങ്ങൾ ബ്രേക്കപ്പ് ആയ ശേഷം നിങ്ങൾ പറഞ്ഞ ഓളിഞ്ഞ് ഒരു കാലത്തും ഗുണം പിടിച്ചില്ലോ, ഓനി ഒരു കാലത്തും ഗുണം പിടിച്ചില്ലോ, ഓൻ അങ്ങനെയാണ്. അവൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടാ. ഓലൊക്കെ എല്ലാവർക്കും സാഹചര്യം മൂലം പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവരും അതിനെപ്പറ്റി ഇതാക്കാതിരിക്കുക. ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണേ, ഞാനും നോക്കിയാൽ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം സംസാരിക്കണേ. എനിക്ക് ഈ കാര്യം സംസാരിക്കണം ആവശ്യമുണ്ടോ ചോദിച്ചാൽ ആവശ്യം ഉണ്ടെങ്കിലും എന്നാലും. ബട്ട് എനിക്കിപ്പോൾ ഒരു കുട്ടിയുണ്ട്. അതൊക്കെ നമ്മൾ പറയട്ടോ, തുറന്ന് പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയും. എനിക്ക് ഇവിടെ പുറത്ത് മറച്ചു വെച്ചിട്ടോ ഇതാക്കേണ്ട ആവശ്യമില്ല. ഇനി കുട്ടിയാരെ ചട്ടിയാരും ചോദിക്കാൻ നിൽക്കണ്ട ആരും. എന്തായാലും കുട്ടിയുണ്ട്, പക്ഷെ അത് ഓക്കെയാണ്. ബട്ട് ഇനിയിപ്പോൾ ഇത് ഓളറിഞ്ഞാലും എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ എല്ലാ കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ തുറന്നു പറയുന്ന ആളാണ്. അപ്പം ഞാൻ എൻ്റെ പഴയ ബാക്ക് സ്റ്റോറി ഞാൻ ഓളത്ത് പറയലുണ്ട്. ഞാൻ പറഞ്ഞു അളക്ക് ഇതിൽ ഞാൻ ഇങ്ങനെ പറയുന്നല്ലോ, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഞാൻ ഇതാ ഇങ്ങനെയൊക്കെ കയറാം. അപ്പോൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോവുക. എൻ്റെ അടുത്ത് എന്തിനും പറ്റാത്തതുണ്ടെങ്കിൽ പൊയ്ക്കോ. എന്നോട് പറഞ്ഞാൽ ഞാൻ പോവാച്ച് ഇവിടെ പറ്റൂല, എന്നോട് ഈ ഇത് പറ്റൂല എന്ന് പറഞ്ഞാൽ പോട്ടെ, വിഷയമില്ല. കാരണം ഞാനത് മനസ്സിലാക്കി. ഇനിയിപ്പോൾ കൂടുതലൊന്നും നമ്മൾ ഏമ്പിച്ച് നിൽക്കാൻ പാടില്ല. എന്നാലും നമ്മൾ ഓളപ്പം സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യത്തിലും നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ പറയട്ടെ. അതെന്തോ സംസാരിച്ച് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ടോപ്പിക്കുകൾ വരുമ്പോൾ വരച്ച് അത് നമുക്ക് കേടാണോ എന്താ എനിക്കറിയില്ല. ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെ വരലുണ്ട്. ആണോ അതാണ് എവിടുന്ന് വെച്ച് മനസ്സിലാവില്ല. ആ സാധനം എവിടുന്നാണോ ഏതോന്നൊക്കെ മനസ്സിലാത്ത കാര്യം. പിന്നെയും ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇപ്പോൾ ഇങ്ങനെ തന്നെ നീണ്ടു പോകേണ്ടി വരും. അല്ലാതെ വേറെ കണ്ടന്റോ അതുപോലെ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും പനിമാനി കാണിക്കാൻ ഞാൻ എന്തായാലും ഇന്ന് ഇതിപ്പോൾ ഇത് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ ഇതും പാടാൻ പോസ്റ്റ് ചെയ്യാം. വാങ്ങിക്കൊടുത്തു. ഇൻഷാല്ലാ ഞാൻ എന്തായാലും ഇതിനെക്കാട്ടും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഇൻഷാല്ലാ വരേണ്ട ടൈമും പിന്നെ ഇല്ല നമുക്ക് അല്ലേ, ഇഷ്ടം പോലെ ടൈമും വേണം. ഞാൻ എന്തായാലും പിന്നെയും പുതിയൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്നുകൂടി അഭിപ്രായം എല്ലാവരും എൻ്റെ ഇൻസ്റ്റയിൽ അയക്കും. ഞാൻ ഇൻസ്റ്റയിൽ ഇതിൽ കൊടുക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ഇട്ടാൽ മതി. അവിടെ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി കാണുന്ന 1000 സംതിങ് 2000 സംതിങ് ആൾക്കാർ സ്റ്റോറി കണ്ട ആ കാണുന്ന ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ സബ്സ്ക്രൈബർ കൂടും. എടാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്താലും ഞാനിങ്ങനെ വീരിട്ട് എനിക്ക് ഒരാളെ മുന്നിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പം 300 സംതിങ് സബ്സ്ക്രൈബറുള്ളൂ ചെയ്തിട്ട് ഞാനതിന് ഇതുള്ളൂ എന്നൊന്നും കരുതില്ല. പക്ഷെ എന്നാലും കൂട്ടിത്തരും. സങ്കടം ഉണ്ട് അതുകൊണ്ടാ കൂട്ടിത്തരും. എടാ ഞാനും മെച്ചപ്പെട്ട എടാ ഇത് എന്തായാലും നിങ്ങളൊന്നും ഇടൂല. നിങ്ങളിങ്ങനെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ഇടുന്നുണ്ടല്ലോ, നിന്നൊന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അനാൻഷ അങ്ങനത്തെ വാക്കുകളെ മാത്രം സപ്പോർട്ട് ചെയ്യും. അവിടെ ഞങ്ങളെ പോലത്തെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളും കയറി വരട്ടെ. ഞങ്ങളും കയറി വന്നാലല്ലേ ഞങ്ങളെ ഇടയിലുള്ള ആൾക്കാർ ഞങ്ങൾക്ക്
പരിചയപ്പെടുത്തി തരാൻ പറ്റുള്ളൂ. ഞങ്ങൾ എന്താണ് ഏതാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഇപ്പൊ ഞാൻ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ വ്ളോഗ് ഞാൻ നാട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ നാട്ടിലത്തെ പെരുന്നാൾ, എൻ്റെ കടയിലത്തെ പെരുന്നാൾ, നമ്മളെ നോമ്പ് സീസണ്, കടയിലുള്ള 30 ദിവസത്തെ നോമ്പ് സീസണല്ലേ, ഈ ജെൻസിന്റെ കടയിൽ നിങ്ങൾക്ക് അറിയും 30 ദിവസം നോമ്പ് എന്താന്ന്. ആ കടയിൽ രാത്രി രാവിലെയൊക്കെ അല്ലേ വൈബ്. അപ്പൊ ആ ഒരു ദിവസത്തില്ലേ 30 ദിവസം സീരാക്കാറ്. പിന്നെ പെരുന്നാൾ തലേന്ന് കാലാശക്കോട്ടാണ് ആ കടയിൽ ഉണ്ടാവുക. ഉറക്കണ്ടാവില്ല 3 ദിവസം എന്തായാലും ലാസ്റ്റ് 3 ദിവസം ഉറക്കണ്ടാവില്ല. ആ 3 ദിവസം കിടിലൻ വൈബാക്കാൻ ഫുൾ പാട്ടും അത്രയും ചെറുക്കന്മാരും സ്റ്റാഫുകളും എല്ലാവരും അടിച്ചു പൊളിച്ച് ലാസ്റ്റ് രാവിലെ 7-8 7:30 പെരീക്ക് എത്തി നിസ്കരിക്കാനും കൂടി കണ്ണ് തുറയാത്ത സമയം ഇങ്ങനെ പോക്കുന്ന് പറയാം പോകും. ചിലരും പള്ളി പോകാൻ പറ്റൂല, കാരണം അങ്ങനെ ക്ഷീണത്തിൽ പോയി കടന്നുറങ്ങിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ 1-2 പെരുന്നാൾ നിസ്കാരം പോയിക്കണ് ക്ഷീണിച്ചിട്ട്, കാരണം അത്രയും പണിത്തിട്ടുണ്ടാവും. ഉറങ്ങാതെ പണിതിട്ട് കുറേ തയ്ക്കണ്. ബട്ട് ഇപ്രാവശ്യം എൻ്റെ ആ ഇത് പോയി. ഞാൻ പോയി തന്നെ കടൻ്റെ ആ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സീസൺ ടൈമിൽ എല്ലാവരും കടയിൽ കയറണതൊക്കെ എൻ്റെ ആ നാട്ടിൽ നിന്ന് കിട്ടിയില്ല. എന്തായാലും ഞാൻ ഇവിടെയാണ്. പക്ഷെ ഇവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്യാത്തൊരു കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കണ്ണിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ കണ്ടിരിക്കണു. എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ, പക്ഷെ ഞാൻ ഇനി ഉമ്രക്ക് പോവാണ്. തിങ്കളാഴ്ച ആയിട്ട് ഞാൻ ഉമ്രക്ക് പോവും. മക്ക മദീന ഞാൻ എല്ലാതും കാണും. പഠിച്ചോൻ എല്ലാത്തും ദുആ ചെയ്യണ്ടേ. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ബാക്ക് ടു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. എല്ലാവരും സബ്സ്ക്രൈബ്. വേറെന്താ പറയാന്, പിന്നെ കുഞ്ഞാപ്പി, ഞാൻ പിന്നീതാ കുഞ്ഞാപ്പിയുടെ വീഡിയോ എടുത്തിരുന്നത്. എന്താ വെച്ചാൽ ഇതില് എൻ്റെ വ്യൂസ് 600 ആയാലും കുഴപ്പമില്ല. ഇതിൽ കാണുന്ന ആൾക്കാർ കുഞ്ഞാപ്പിയുടെ വീഡിയോ കാണണം. അതിൽ ഓന് ഡെയിലി വ്ളോഗ്, നാട്ടിലത്തെ പറയുന്ന ഡെയിലി വ്ളോഗ് ഒന്ന് നിർത്തിക്കണു. നല്ല നല്ല ഇഫ്താർ ഇത് കിട്ടുന്ന വീഡിയോസ് ഓന് ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും കുഞ്ഞാപ്പിയുടെ വീഡിയോ കണ്ടിട്ട് ഇഫ്താറിൻ്റെ വീഡിയോ കാണുക, എന്നിട്ട് പോയി കഴിക്കുക, അടിച്ചു പൊളിക്കുക. നാട്ടിൽ കിട്ടില്ല സ്പോട്ടുകൾ എന്തായാലും ഉണ്ടാവും. നമ്മൾ നാട്ടിലത്തെ സ്പോട്ട് ഇനി പറയാൻ പറ്റില്ല, ഒക്കെ അറിയില്ലല്ലോ. ഞാൻ ഇവിടുത്തെ സ്പോട്ട് പറഞ്ഞാൽ ഇവിടെ സ്പോട്ട് അങ്ങനെ ഇവിടെ നല്ല പള്ളിക്ക് ഇവിടെ എന്താ വെച്ചാൽ പള്ളിക്ക് പോവുക, നല്ല ആടുമന്തി, അതേപോലെ ഇത് മധൂത്ത്, അതിക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവും, ഇതുണ്ടാവും. കിടിലൻ സെറ്റപ്പാണ് ഇവിടെ. നമുക്ക് അങ്ങോട്ട് അതൊരു കുറവില്ല. പിന്നെ വാപ്പാക്ക് ഫുഡ് ഉണ്ടായിക്കോട്ട് വാപ്പയാണ് ഫുഡ് ഉണ്ടാക്കി നമുക്ക് കൊടുത്തുതരുന്നത്. നോമ്പറക്കാൻ സമൂസ, കട്ട്ലൈറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നോമ്പറക്കാൻ സമയം ആവുന്നില്ല. അവിടെ സമയം ആയാലും ഇവിടെ സമയം ആവണുള്ളൂ. അതൊക്കെ ഒരു പ്രശ്നമുണ്ട്. നാട്ടിൽ കുറെ കൂടുതൽ മെസ്സേജ് അയക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. ടൈം വേസ്റ്റ്. പിന്നെ നമുക്ക് എപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് എപ്പോഴും ഒരു ഫ്രണ്ട്സ് ഇല്ലേ, കൂടെ നിൽക്കാൻ കുറെ ഫ്രണ്ട്സുകളുണ്ട്. അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, മനസ്സിലാക്കുക. ബൈ ഗൈസ്, ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും, ഷെയർ എന്തായാലും ചെയ്യണം. ഇനി പുതിയ ഇത് പറയാനും സ്ഥലങ്ങൾ കാണിച്ചു തരാനും പറ്റട്ടെ. ഇപ്പം എന്തായാലും ഈ വീഡിയോ ഈ വീടും ഞാൻ സംസാരിച്ചതായി പോട്ടെ. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഉമ്രക്ക് പോകാൻ പറ്റുമ്പോൾ വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ, എൻ്റെ സാഹചര്യം പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടും. അതേപോലെ നാട്ടിൽ വരുമ്പോഴും വീഡിയോ ഇടും. നാട്ടിൽ വരുമ്പോൾ ഇപ്പോഴൊന്നുമില്ല, എന്നാലും നോമ്പ് കഴിയുന്ന വരെ എന്തായാലും ഞാൻ ഇവിടുന്ന് വീഡിയോ ഇടും. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ട് കാരണം വീഡിയോ ഇടുക. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് കാണുക. വളർന്നു വരുന്ന തലമുറയാണ്. ഇപ്പം നമുക്ക് കൂടുതൽ ടൈമില്ല സംസാരിക്കാൻ. ഞാൻ ഈ സംസാരിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഇപ്പൊ ഇതൊരു വീഡിയോ കോൾ ആണെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും നിങ്ങൾ പറയാന്നുണ്ടെങ്കിൽ തിരിച്ച് എന്തെങ്കിലും പറയാനുള്ള ഓപ്ഷൻ അല്ല. ഇത് ഞാൻ ഒറ്റയ്ക്ക് ക്യാമറയിൽ അങ്ങോട്ട് നോക്കിയിട്ട് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്തുകൊണ്ടായിരിക്കും. നിവൃത്തികളോടാണ്. ഇപ്പൊ ഇവിടെ 2-3-4 ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, ഓലത്ത് സംസാരിച്ചാൽ കണ്ടന്റ് കിട്ടും, ഇവിടെ സംസാരിച്ചാൽ കോമഡി ഉണ്ടാവും, പലതും ഉണ്ടാവും, ചിരിക്കാനുള്ളതും ഉണ്ടാവും. ഇതിപ്പോ ചിരിക്കാനുള്ളത് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടാവൂല, കാരണം ഞാൻ ഒറ്റക്കല്ലേ. ഞാൻ എൻ്റെ വാപ്പാനും മാനൊക്കെ ഒരു ദിവസം അല്ല നാളെ തന്നെ വ്ളോഗ് കൊടുന്നേരണ്ടേ. ബൈ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.